നമസ്കാരം. എന്തായാലും CJPയുടെ സമരം അതിന് എണ്ണ ഒഴിച്ചുകൊണ്ട് നിരാഹാരമിരുന്ന പ്രമുഖ ആക്ടിവിസ്റ്റ് നിരാഹാര സമരം ഇപ്പോൾ അവസാനിപ്പിച്ചു. എന്തൊക്കെ തന്നെയായാലും സമരത്തിൻ്റെ ഭാഗമായി ജന്തർ മന്ദറിലും പാർലമെൻറ്റ് പരിസരത്തും ഉണ്ടായ കലാപത്തിൽ വന്ന നമ്മുടെ സേനയുടെ വാഹനങ്ങളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ള സേനാ അംഗങ്ങൾക്കും ഉണ്ടായ വളരെ ദാരുണമായ അപകടങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമുള്ള സംഭവമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ CJPയുടെ സ്ഥാപക നേതാവായ അഭിജിത്ത് ദീപ്കെ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവന തന്നെയാണത്. അദ്ദേഹം പറയുന്നു, പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഞങ്ങളുണ്ടാക്കിയതല്ല. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ആ സമയത്താണ് പുറമേ നിന്നും കയറി വന്നവർ, പുറത്തു നിന്നും അതിക്രമിച്ച് കയറി വന്നവർ ആണ് അവിടെ നടത്തിയ എല്ലാ കോലാഹലങ്ങളുടെയും ഉത്തരവാദി എന്ന് CJPയുടെ നേതാവ് അഭിജിത്ത് ദീപ്കെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് ഇനി തടി തപ്പാൻ വേണ്ടി അദ്ദേഹം പറയുന്നതാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇനി അവർ തമ്മിൽ അത് ചർച്ച ചെയ്ത് കഥകൾ പുറത്തു വരണം. എന്തായാലും CJPയുടെ നേതാവ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു, തുറന്നു സമ്മതിച്ചിരിക്കുന്നു, അവിടെ നടന്ന ഒരു കലാപത്തിൻ്റെ ഉത്തരവാദി ഞങ്ങളല്ല. ഞങ്ങളുടെ സമരത്തിൽ അതിക്രമിച്ച് കയറി നുഴഞ്ഞു കയറി വന്നവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോകളൊക്കെ നമ്മൾ കാണുകയാണ്. അവിടെ നടന്ന വീഡിയോകൾ എല്ലാവർക്കും കാണാൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു സംഭവം ഞാൻ പറയാം. ഒന്നല്ല, 1, 2, 3 സംഭവങ്ങൾ പറയാം. അതായത് പണ്ട് ജയിലിൽ ആയ ഒരു വലിയ ഒരു തീവ്രവാദി, അന്ന് അറസ്റ്റിലായിട്ട് ജയിലിലൊക്കെ ഇട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് അന്ന് ഒരു പ്രത്യേക നിയമമുള്ള, ആ നിയമത്തിൻ്റെ പേര് തന്നെ ഞാൻ മറന്നു. മക്കോബ എന്ന് പറയുന്ന ഒരു പ്രത്യേക നിയമം UPA സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്നു. മക്കോബ അത് ചാർത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടൊരു വ്യക്തിയാണ് ആര്? ഈ കുപ്രസിദ്ധ ഗുണ്ട, ഡൽഹി ഈസ്റ്റിലെ ഹാജി ആസ്മി എന്ന് പറയുന്ന ഈ പ്രസിദ്ധമായ ഗുണ്ട. അദ്ദേഹം ഈ സമരവേദിയിൽ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീറ്റ് പരീക്ഷയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എല്ലാവർക്കും കാണാൻ കിട്ടും. നോക്കിയേ, അതിൻ്റെ ഒരു രസകരമായ കാര്യമാണ്. അതായത് പണ്ട് UPA സർക്കാർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മഖോബ ചുമത്തി ജയിലിൽ അടച്ച അതിഭീകരനായ ഗുണ്ട, ഡൽഹിയിലെ ആ ഗുണ്ട ഈ നീറ്റ് പരീക്ഷാ സമരവേദിയിലെത്തിയിട്ടുണ്ട്. ഓരോന്നായി ശ്രദ്ധിക്കൂ, ഇത് വളരെ അത്ഭുതകരമാണ്. അതേമാതിരി നാഷണൽ കോൺഗ്രസ് MP എന്ന് പറയുന്ന ആകാശ്, അദ്ദേഹം അവിടെ വന്നിട്ട് എന്താ പ്രസംഗിച്ചത്? ഇവിടെ നിന്ന് പോയി നമ്മുടെ ആക്ടിവിസ്റ്റ് ആ ലേഡിയും അല്ലെങ്കിൽ കാടനൊക്കെ പോയി അവിടെ അവരുടേതായ ഇത് അവിടെ പ്രകടിപ്പിച്ചപ്പോൾ ഈ ആകാശ് MP അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്താണ്? ഞങ്ങൾ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും. നീറ്റ് പരീക്ഷ സമരാട്ടോ, ആലോചിക്കണം. അവിടെ നിന്നിട്ടാണ് ഈ ആകാശ് എന്ന് പറയുന്ന MP പറയാണ്, ആർട്ടിക്കിൾ 370 ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അത് രണ്ടാമത്തെ ആൾ. ഇനി മൂന്നാമത്തെ ആളാരാണ്? ഒമർ അബ്ദുള്ള, കാശ്മീരിൻ്റെ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒമർ അബ്ദുള്ള
അദ്ദേഹം ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ മുഖ്യമന്ത്രി സതീശനും ഒക്കെ കർണാടക ഡി ശിവകുമാറൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവർ നിശബ്ദരായി നിൽക്കുക ചെയ്തുള്ളൂ, പെട്ടുപോയ മാതിരി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉമർ അബ്ദുള്ള ഒരു പ്ലക്കാർഡ് പിടിച്ച വീഡിയോ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും പറയുന്നത് കാശ്മീരിനെ റിലീസാക്കണം. എവിടേക്ക് നോക്കിയേ, നീറ്റ് പരീക്ഷയ്ക്ക് വന്നവരാണ് ഇതൊക്കെ പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ വന്നത്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന കൊന്ന് ഇന്നിപ്പോൾ 10-15-18% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് ഇന്ന് അവിടെ 2% ഇത്രയായി കുറഞ്ഞു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ജമായത്ത് ഇസ്ലാമിയാണ്. ആ ജമായത്ത് ഇസ്ലാമിയാണ് പിന്നെ നീറ്റ് പരീക്ഷയെ അവിടെ വന്ന് പിന്തുണച്ച് അതിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതെന്താ ഉത്തരമുണ്ടോ? പിന്നെ ഈ സമയത്താണ് പഞ്ചാബിൽ അറിയാലോ നിങ്ങൾക്ക്, ആ പഞ്ചാബിലെ ആ ഖലിസ്ഥാൻവാദികൾ ഈ CJPക്ക് $1 മില്യൺ ഓഫർ ചെയ്തു ഈ ദിവസങ്ങളിൽ. എന്നാൽ CJP അത് പറയണ്ടേ, ഓപ്പണായി പറയണ്ടേ, ഞങ്ങൾക്ക് അത്തരം പൈസകൾ വേണ്ട, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തേ CJP പറഞ്ഞില്ല? അപ്പോൾ ഒരു ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഒരു ഫണ്ട് ഓപ്പണായി പുറത്തു വന്നു. ഇനി രഹസ്യമായിട്ടുള്ള ഫണ്ടുകൾ ആരൊക്കെ അവിടെ എത്തിച്ചു, ആരൊക്കെ കൊടുത്തു, ഫുഡിൻ്റെ ഒരു കൊട്ടിക്കൊലാശം അവിടെ കണ്ടത്, കലാശന്മാരി. അതായത് ഫുഡ് എവിടുന്ന് ആരൊക്കെ എത്തിക്കുന്നു. ബംഗ്ലാദേശിലെ ഫുഡ് പാക്കറ്റുകൾ അവിടെ വന്നിട്ടുണ്ട്, പാകിസ്ഥാനിലെ ഫുഡ് പാക്കറ്റുകൾ അവിടെ വന്നിട്ടുണ്ട്, പല ഭാഗത്തു നിന്നും. ഇത് എങ്ങനെ ഇന്ത്യയുടെ ഉള്ളിൽ കടന്നു എന്നാണ് അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഇത് ഇൻ്റലിജൻസ് ഏജൻസിയൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇതിലെ ഓരോ കാര്യങ്ങളും ഇത് നമ്മുടെ മോദിജിക്ക് കൊടുക്കുന്ന എന്താ പറയുക, ദൈവമായിട്ട് കൊടുക്കുന്ന ചില തെളിവുകളും സംഭവങ്ങളും ഒക്കെയാണ്. അതിന് നീറ്റ് ഒരു നിമിത്തമായി എന്നേ പറയാനുള്ളൂ. നീറ്റ് സത്യത്തിൽ ഇതിൻ്റെ മുന്നേ എത്രയോ പ്രാവശ്യം പ്രസിഡൻ്റ് ആയിട്ട് അതൊന്നും അല്ലാതെ ഇപ്പോഴും പ്രസിഡൻ്റായി രണ്ടാമത് നടത്തിയ റിസൾട്ട് ഒന്ന് അഡ്മിഷൻ തുടങ്ങണു. അപ്പോൾ ഈ നീറ്റ് എന്ന് സംഭവിച്ച് ഈ ഗുഹയിലിരിക്കുന്ന അതിനൊരു പുകയായിട്ട് നീറ്റ് അങ്ങോട്ട് പോയി ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സകല ഭൂതങ്ങളെയും സകല ചണ്ടിപ്പണ്ടാരങ്ങളായ തീവ്രവാദ മനസ്സുള്ളവരെ മുഴുവൻ പുറത്ത് ചാടിച്ച് പബ്ലിക്കായിട്ട് അതങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി അതുമ്മ പിടിച്ചിട്ട് അങ്ങോട്ട് അന്വേഷിച്ച് പോയാൽ മതി. കൂടുതൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് നമ്മുടെ റോക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ദൈവമായിട്ട് നമ്മുടെ മോദിജിക്ക് ഒരു ശക്തി കൊടുത്തതാണ് ഈ സമരം. ഇനി നമ്മൾക്കറിയാലോ ഈ AAP അന്ന് ഇതേമാതിരി പിന്നാലെ കൂടി ആരൊക്കെ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി അവരെ AAP അങ്ങോട്ട് വലുതാക്കിയിട്ട് ഡൽഹി അവരെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പഞ്ചാബും ഇവരുടെ കയ്യിൽ നിന്ന് പോയി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ഒരു കൊലച്ചതിയുണ്ട്. അത് അഭിജിത്ത് ദീപ് മനസ്സിലാക്കിയാൽ മതി. ഈ AAP നേതാവ് ആരാണ്? അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ പോകാനുള്ള ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ തലയിലേറ്റി നടന്ന കോൺഗ്രസ്സുകാരാണ്. എന്താ ചെയ്തത്? അയാളുടെ ഒരു കള്ളത്തരം. കാരണം അയാൾക്ക് കള്ളത്തരം ചെയ്യാതെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താണ്? അയാൾ എങ്ങനെ അവിടെ അധികാരം പിടിക്കുന്നത്? കറണ്ട് ഫ്രീ, വെള്ളം ഫ്രീ, ടാക്സ് ഫ്രീ, ഒക്കെ ഫ്രീ. പിന്നെ വരുമാനം ഇല്ലാതെ എങ്ങനെ അവിടെ ഭരണം നടത്തുക? അപ്പോൾ വരുമാനം ഉണ്ടാക്കണം. വരുമാനം വേറെ മാർഗം വേണം. അപ്പോൾ ആ വേറെ മാർഗത്തിൽ കൂടെ അയാളെ സഞ്ചരിക്കാൻ പോയി. ആ സഞ്ചരിച്ചത് റോങ് ആയ മാർഗമായിരുന്നു. അതായത് കള്ള് കച്ചവടവും ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ട സംഭവമായിരുന്നു. അതിൻ്റെ കുറേ രേഖകൾ ആരാണ്? കോൺഗ്രസ്സുകാരാണല്ലോ അവിടെ ഭരിച്ചു തരുന്നത്. അവർ തന്നെ അത് അവിടുന്ന് ഇവിടുന്നൊക്കെ പൊക്കി കൊണ്ടുവന്ന് കേന്ദ്രത്തിന് കൊടുത്തു. കേന്ദ്രം അത് അന്വേഷിച്ചു, അയാളെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ കേജ്രിവാൾ ആം ആദ്മി പാർട്ടീനെ വലുതാക്കി തലയിലേറ്റിയ കോൺഗ്രസ്സുകാർ തന്നെ അയാളെ പിടിച്ച് ജയിലിലിടാനുള്ള ആ വഴി ഒരുക്കി കൊടുത്തു. അപ്പോൾ അഭിജിത്ത് ദീപ് മനസ്സിലാക്കിക്കോ, നിൻ്റെ വഴി ഇനി വരും ദിവസങ്ങളിൽ കാണാം.
നിന്റെ ഒപ്പം കൂടിയ ഈ പറയുന്ന എല്ലാവരും തന്നെ നിന്നെ വഞ്ചിക്കാനായിട്ട് നിന്റെ ഒപ്പം കൂടിയവരാണ്. ഇപ്പം നീ തന്നെ പറയുന്നു ഞങ്ങളുടെ ആൾക്കാരല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, ഈ തല്ലിച്ചതച്ചതൊന്നും ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങളല്ല, ഈ കയറി വന്നവരാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് വണ്ടി പിടിച്ച് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടല്ലേ അവർ വന്നത്? അപ്പോൾ ആരാണ് അവിടേക്ക് പറഞ്ഞു വിട്ടത്? അതും കൂടി നിങ്ങൾ സഹകരിച്ച് അതിന് മറുപടി കൊടുക്കാൻ ഗവൺമെൻറ്റുമായി സഹായിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്രശ്നമാണ്. കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ നിങ്ങളുടെ സമരത്തിൽ വന്ന് അവിടെ ഈ പറയുന്ന കോലാഹലങ്ങളും ആക്ടിവിസ്റ്റുകളും അഭിനയങ്ങളും നാടകങ്ങളൊക്കെ അവിടെ നടത്തി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടില്ല, കയറി വന്നതാണ് നിങ്ങൾ പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള അന്വേഷണത്തിൽ നിങ്ങൾ കൂടി സഹകരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ കഥ നമുക്ക് പുറത്ത് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്. കാരണം കേരളത്തിൽ സംഭവം ഉണ്ടായി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അത് ഒരു പാർട്ടിയിലെ കുറേ കുട്ടിസഖാക്കന്മാരാണ് ആക്രമിച്ചത്. ആ 32 പേരെ അന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയി കൂട്ടിലിട്ടു. ഇന്ന് ഏത് കൂട്ടിലാണ്, തിഹാറിലാണോ എനിക്കറിയില്ല. അവരൊന്നും ഇനി പുറം ലോകം കാണില്ല. അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടി ഒരു ചെറിയ അനക്കം പോലും ഇനി നടത്തില്ല. കാരണം അത് നടത്താൻ പോയാൽ അവരും കുടുങ്ങും. ഇത് തന്നെയാണ് ഇനിയിപ്പോൾ ഡൽഹിയിൽ നടക്കാൻ പോണത്. അവിടെ കാറിൻ്റെ മുകളിൽ ചവിട്ടിയ പിടിച്ച നിങ്ങളുടെ കൈ പ്രിൻ്റുകളൊക്കെ കൺഫേം ചെയ്ത് ആ വ്യക്തി ആ വീഡിയോ ഒക്കെ നോക്കി പരസ്പരം കമ്പയർ ചെയ്ത് ആധാരമൊക്കെ ലിങ്ക് ചെയ്ത് കറക്റ്റായിട്ട് കണ്ണും പ്രിൻ്റൊക്കെ ഉണ്ടല്ലോ ആധാറിൽ, അതൊക്കെ പിടിച്ച് ശരിയായ വ്യക്തിനെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയി കൂട്ടിലിടും. ഒരു സംശയവും വേണ്ട. അപ്പോൾ അഭിജിത്ത് ദീപികെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രേ എനിക്ക് പറയുള്ളൂ.